നമ്മുടെ ചെന്നൈ ഡേ 2 നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷൻ പോയിട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി കാഞ്ചീപുരം പോകണം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എൻഡുള്ള റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. അങ്ങനെ ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി നമ്മൾ പോകുന്നത് കാഞ്ചീപുരത്തേക്കാണ്. ഈ ലോക്കൽ ട്രെയിൻ യാത്രയിൽ എൻ്റെ മനസ്സ് ഫുള്ളും ഞാൻ വായിച്ച നോവൽ റാം കെയർ ഓഫ് ആനന്ദി ആയിരുന്നു കേട്ടോ. അങ്ങനെ നുങ്കമ്പക്കം സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കാഞ്ചീപുരം ഈസ്റ്റ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും വെറും 25 രൂപ ടിക്കറ്റ് ഫെയറിൽ 3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ കാഞ്ചീപുരം റീച്ച് ആയത്. ഇതിനു മുന്നേ ഞങ്ങൾ കാഞ്ചീപുരം വന്നത് കാരണം ഈ ഷോപ്സിൽ നിന്ന് സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്വാളിറ്റി നല്ലതാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ കല്യാണ സാരി ഇവിടെ നിന്നാണ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ള കുറച്ച് സാരീസൊക്കെ നോക്കി മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ കല്യാണ സാരി ആയിട്ടുള്ള റെഡ് കളർ സാരീസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും നമ്മൾ കുറേ റെഡ് സാരീസൊക്കെ ട്രൈ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെയുള്ള നല്ലൊരു സാരി തന്നെയാണ് ഞാൻ എൻ്റെ കല്യാണ സാരിയായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. ആ സാരി ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയൊരു സാരിയാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, കല്യാണത്തിൻ്റെ അന്ന് കാണാം. റെഡാണ് എൻ്റെ വെഡ്ഡിങ് കളർ എന്നുള്ളത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ സാരീസൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ ഡെയിലി വെയർ സാരീസ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാഞ്ചീപുരത്ത് പ്രത്യേകതയാണിത്. താഴെ ഇരുന്നാണ് നമ്മൾ സാരി നോക്കുന്നതും അവർ കാണിച്ചു തരുന്നതും. അതിന് എത്ര VIP കസ്റ്റമേഴ്സ് വന്നു എന്ന് പറഞ്ഞാലും ഇവിടുത്തെ രീതി ഇത് തന്നെയാണ്. അവർ കാണിച്ച ഒത്തിരി ബ്യൂട്ടിഫുൾ സാരീസിൽ നിന്ന് കുറച്ച് സാരീസ് വാങ്ങി ഞങ്ങൾ കാഞ്ചീപുരത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ കുടിച്ച 7up ചെറുതായിട്ട് പണി തന്നുകൊണ്ട് തന്നെ എനിക്ക് വന്ന പാടെ തലവേദനയും പനിയും ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിക്സും ടിഷ്യൂ ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ സന്തത സഹചാരികൾ. ഈവനിങ് ആയപ്പോൾ ചെന്നൈ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. വേറെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തല പൊക്കി നിൽക്കാൻ വയ്യെങ്കിലും മറീന ബീച്ച് കണ്ടിട്ട് വരാമെന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ അമ്മേനെ പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്റ്റേൻ്റെ തൊട്ടടുത്തായിരുന്നു മറീന ബീച്ച്. അവിടെ എത്തിയപ്പോൾ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ബീച്ച് കാണാത്തതിൻ്റെ രോദനം. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്നിട്ടും ബീച്ചിൻ്റെ പൊട്ടി പോലും കാണുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ മണലിൽ കൂടെ നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു. തിരിച്ചും ഇത്രയും ദൂരം തന്നെ നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം. അങ്ങനെ ഫൈനലി നമുക്ക് ബീച്ച് കണ്ടു കിട്ടി. അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു. കാര്യം നേരം ഒത്തിരി വൈകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അതുപോലെ തന്നെ വൈകിയായിരുന്നു. പിന്നെ ഈ യാത്രയെയും ചെന്നൈ മറീന ബീച്ചിനെയൊക്കെ ഓർമ്മിച്ചിരിക്കാൻ എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് വാങ്ങണ്ടേ എന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കീ ചെയിൻ വാങ്ങി. അവിടെ നിന്ന് നേരെ അടയാർ അനന്തഭവനിൽ പോയിട്ട് നല്ലൊരു ഡിന്നറും കഴിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് ഏർലി മോർണിംഗ് 3:30 തന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ചെന്നൈയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു.